നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. വീട്ടിലൊരു കാപ്പിക്കട തുടങ്ങിയാലോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കണം. നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ചായക്കടയിൽ ഇരുന്ന് ചായ കുടിക്കാനും കാപ്പി കുടിക്കാനൊക്കെ പറ്റും. ഇവിടെയാണെങ്കിൽ തന്നെ ഇഷ്ടം പോലെ കഫെ. നമ്മൾ ഇവിടെ ഒരു പ്രത്യേകത എനിക്കൊന്ന് ചായക്കാട്ടും കൂടുതൽ ഇവിടെ കാപ്പി ഉപയോഗിക്കും. ഇവിടെ കാപ്പിയാണ് ഏറ്റവും കൂടുതൽ. അപ്പം കാപ്പി നമുക്ക് കുടിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ്. രാവിലെ ഒരു കാപ്പിയോട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനും എല്ലാത്തിനും ഒരു കുളിർമ കിട്ടും. നല്ല മഴയത്ത് ഒരു കാപ്പി, ഒരു ചെറിയൊരു കാപ്പി കപ്പുമായിട്ട് ആ മഴയിലോട്ട് നോക്കിയിരുന്ന് നമുക്ക് കൂടുതൽ അവരുമായിട്ട് ഒരു സ്വറ പറയാനൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ എനിക്ക് റീസെൻ്റായിട്ട് നമ്മൾ വീട്ടിലൊരു കാപ്പിക്കട തുടങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഞാൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ റീസെൻ്റായിട്ട് നമ്മളൊരു കോഫി മെഷീൻ മേടിച്ചു. ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വീട്ടിലേക്ക് പെട്ടെന്ന് നടക്കാം. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും ഒരു കൂടി സ്വാഗതം. കോഫി മെഷീൻ ഈ പറഞ്ഞ കാപ്പിയെ പറ്റി അധികം കൂടുതൽ ഗ്രാഹ്യമില്ല. കാപ്പി കുടിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലൊക്കെ നമുക്ക് കാപ്പി നാട്ടിലെ അടിച്ച് പതിപ്പിച്ച് അവിടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ സ്പെഷ്യൽ ഒരു പാർട്ടിയെ നമ്മുടെ രാകേഷ് നമ്മൾ വിളിച്ചേക്കണം. അദ്ദേഹം ഇവിടുത്തെ ഒരു സ്ഥാപനത്തിൻ്റെ ഹെഡ്ഷെഫാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴത്തെ ഈ മെഷീനിലുണ്ടാക്കിയ കാപ്പി കുടിച്ച് ആ ടേസ്റ്റിൻ്റെ നാക്കിൽ എതിരായിട്ട് മാറിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം പല രീതിയിലുള്ള കാപ്പിയൊക്കെ നമുക്ക് അദ്ദേഹത്തെ കൊണ്ട് ഒന്ന് ഉണ്ടാക്കാം. പിന്നെ കാപ്പി കുടിക്കാൻ പല ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഒരു കാപ്പിക്കട നമുക്ക് തുടങ്ങാനാകട്ടെ. അപ്പോൾ ഇതൊന്ന് അൺബോക്സ് ചെയ്യാം അല്ലേ? ഇനി അവരെ നമുക്ക് പതുക്കെ മാറ്റി വെക്കാം. എന്നിട്ട് ഇവൻ ആണ് നമ്മുടെ സംഭവം ഉണ്ടല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളറാണ് ചുമല. അത് കഴിഞ്ഞ് പിന്നെ മഞ്ഞ, അത് കഴിഞ്ഞ് പിന്നെ പച്ച, എല്ലാം കണ്ടില്ലേ, നല്ല രസമുണ്ട് കാണാനല്ലേ. നമ്മൾ കുറേ ആക്സസറീസ് ഇവിടെ ഇതിൻ്റെ കൂടെ തന്നെ വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് ചെറിയ സിംഗിൾ കോഫിക്കുള്ള അല്ലേ രാജേഷ്? സിംഗിൾ കോഫിക്കുള്ള ചെറിയൊരു ഡിലോങ്ങി എന്ന് എഴുതിയ നല്ലൊരു ഒരു ചെറിയൊരു നല്ലൊരു കുഞ്ഞൊരു ഒരു മഗ്, ഇതിന് മഗ് എന്ന് വേണമെങ്കിൽ അല്ലേ. പിന്നെ അതെ ക്യാമറ ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ചിലതിനൊക്കെ മേടിക്കണം തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് നമ്മൾ ഈ കോഫി എല്ലാം ഉണ്ടാക്കുന്ന കാണിക്കാൻ പല രീതിയിലുള്ള സംഭവം. എല്ലാവർക്കും അറിയാം ഇതല്ല. ഇപ്പം ജസ്റ്റ് നമ്മൾ പുതിയൊരു മെഷീൻ വന്നപ്പോൾ എന്നാൽ ഒരു വീഡിയോ ആക്കിയേക്കാം, നല്ലൊരു കാപ്പി കുടിച്ചേക്കാം എന്ന് കണ്ട് നമ്മളൊന്ന് ഓപ്പൺ ആക്കുന്നതേ ഉള്ളൂ. അപ്പം എന്തൊരു കാര്യം തുടങ്ങണമെങ്കിലും അതിനെ അറിയാവുന്ന ഒരു വ്യക്തി കൂടെ ഉള്ളപ്പോഴത്തേക്കല്ലേ അല്ലേ ചെയ്യോ. കാപ്പി കുടിക്കാൻ ഒരു വ്യക്തി വന്നിട്ടുണ്ട്. എൻ്റെ പുള്ളി കാപ്പിയുടെ ഒരു ഉത്സാഹമാണ്. എൻ്റെ ചായ കുടിക്കല്ലോ, അപ്പം കാപ്പി കുടിച്ചേക്കാം. കാപ്പി ഒരു കോഫി ലവർ ആക്കാം. പക്ഷേ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയ സംഭവം എന്താണെന്നുള്ളത്. ഇത് എനിക്കറിയാം സിംഗിൾ ഷോട്ട്, ഡബിൾ ഷോട്ട്, എന്നാലും ഒന്ന് വിശദമായിട്ട് പറഞ്ഞു. ഡബിൾ ഷോട്ടിനും സിംഗിൾ ഷോട്ടിനുള്ള സംഭവമാണ് ഇത്. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ ഫിക്സ് ചെയ്തിട്ടാണ് കോഫി അതിലോട്ട് അങ്ങോട്ട് ഫിക്സ് ചെയ്യും അല്ലേ? ഇതിൽ ഫിക്സ് ചെയ്തിട്ടാണ് കോഫി ആഡ് ചെയ്യുക. കോഫി ആഡ് ചെയ്തിട്ട് ഇത് നമ്മൾ ശരിക്കും കോഫി ഗ്രൈൻഡ് ചെയ്തിട്ട് ഇത് ടാമ്പ് ചെയ്യാനുള്ള സംഭവം. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ കോഫി ഇവിടെ വെച്ചിട്ട് നമ്മളത് കംപ്രസ്ഡ് ആയിട്ടിരിക്കണം. കോഫി ഗ്രൈൻസ് നമ്മുടെ കോഫി പൗഡർ അല്ലേ, അത് കംപ്രസ്ഡ് ആയിട്ടിരിക്കണം. ഒരുപാട് ഇഷ്ടംപോലെ കഫേ നാട്ടിൽ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ഇവിടെ ഈ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ കഫേ. ചെറിയ ഉൾഗ്രാമങ്ങളിൽ വരെ കുഞ്ഞ സ്ഥലത്ത് ചെന്നാൽ അവിടെ നല്ല കഫേ കാണാൻ പറ്റും. അല്ല, ഇത് ശരിക്കും നമ്മുടെ നാട്ടിലെ ഫിൽട്ടർ കോഫി ഇല്ലേ, തമിഴ്നാട്ടിലേക്ക് കിട്ടുന്ന ഫിൽറ്റർ കോഫി സെയിം സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ കോഫി ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാം. ഫ്രഞ്ച് കോഫി, ലാറ്റെ, കാപ്പുച്ചിനോ, ലാറ്റെ. ഇവിടെ നമ്മൾ ശരിക്കും കഫേയിലൊക്കെ ഒരു 4 ടൈപ്പാണ് പ്രധാനമായിട്ടും. ഒന്ന് എസ്പ്രസോ, പിന്നെ ലാറ്റെ, ഫ്ലാറ്റ് വൈറ്റും, കാപ്പുച്ചിനോ. അപ്പോൾ അതിന്റെ പ്രത്യേകത ഡിഫറൻസ് ആണ്. ഇതെല്ലാം ഇതിന്റെ എല്ലാം ബേസ് സെയിം ആണ്. എസ്പ്രസോയിൽ നമ്മൾ മിൽക്കിന്റെ ടെക്സ്ചറും അതിന്റെ ക്വാണ്ടിറ്റിയും ആണ് ഈ കോഫിയെ വ്യത്യാസമാക്കുന്നത്. അത്രേ ഉള്ളൂ. കാരണം ഞാൻ പല സംഭവങ്ങൾ പല സ്ഥലത്തും കാപ്പി കുടിച്ചിട്ടുണ്ടല്ലോ, പലയിടത്തും പല ടേസ്റ്റാണ്. അതാണ് അതിന്റെ മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്. ഈ പലയിടത്തും പല ടേസ്റ്റ് വരുന്നതിന്റെ കാരണമാണ് ഈ എക്സ്ട്രാക്ഷൻ ടൈമും നമ്മുടെ കോഫി ബീൻസിന്റെ ക്വാളിറ്റി അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഉണ്ടാക്കുന്ന ആളിന്റെ അല്ല, ആളിന്റെയും ആണ്. ഇത് പിന്നെ ആ മിൽക്കിന്റെ ടെമ്പറേച്ചർ, അതുപോലെ കോഫി ബീൻസിന്റെ ക്വാളിറ്റി, അതുപോലെ അതിന്റെ എക്സ്ട്രാക്ഷൻ ടൈം, ഇതാണ് ആ കോഫി നല്ലതാക്കുന്നത്. അപ്പൊ പുള്ളി നമ്മൾ ഈ കോഫി മെഷീൻ നേരത്തെ മേടിച്ച പുള്ളി നമ്മളെ വിട്ടുപോയി. സനൽ സാർ നമ്മുടെ ഞങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളാണ്. പുള്ളി റീസെന്റ് ആയിട്ട് ഇവിടുന്ന് മൂവ് ചെയ്തു. ഉഡോങ്ക എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പുള്ളി മൂവ് ചെയ്തു. അല്ലെങ്കിൽ പുള്ളിനെ കൊണ്ട് നമുക്ക് ഈ കോഫി മെഷീൻ ഉണ്ടാക്കി അങ്ങനെ പറഞ്ഞു തന്നപ്പോഴാണ് പിന്നെ മേടിച്ചത്. അപ്പോൾ നമ്മുടെ രാകേഷ് സാർ ഇതിനെപ്പറ്റി എല്ലാ ഒരു ഇതെല്ലാം ഉള്ളതാണ്. അപ്പോൾ അയാൾ നമുക്ക് അതൊക്കെ തുടങ്ങിയാലോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് തുടങ്ങി 3-4 വെറൈറ്റീസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാം അല്ലേ? ഓക്കെ, നമ്മുടെ കോഫി മെഷീൻ ഇങ്ങനെ അവൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഒരു കോഫി തരാൻ ഇന്ന ചേട്ടാ കുടിച്ചോളാം എന്ന് തോന്നുന്നുണ്ട് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയിരിക്കണം. അപ്പം ഇതിൻ്റെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് അക്സസറീസ്, ഇതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെക്കാനുള്ള ചെറിയൊരു തട്ടകം ഇവിടെ ഉണ്ട്. അവനെ അടച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബീൻസ് ഇടുന്ന സംഭവമാണ്. അത് മൂടി വെക്കുന്നത് ഇങ്ങനെ പലതായിരിക്കും അല്ലേ? ബീൻസ് ഗ്രൈൻഡ് ചെയ്യുന്ന. ഓക്കെ, ഇപ്പോൾ ബീൻസ് പല രീതിയിൽ നമുക്ക് ഗ്രൈൻഡ് ചെയ്യാം അല്ലേ?
ഇപ്പോൾ 6, 7 അങ്ങനെ പല അല്ലേ കോഴ്സ് പല കോഴ്സ് ഉണ്ട്. കോഴ്സായിട്ട് വേണോ ഫൈനായിട്ട് വേണോ എന്നുള്ളതാണ്. ഓക്കെ. വാട്ടർ ടാങ്ക് ഇതിൻ്റെ പുറകിലിരിക്കുന്നത് നമുക്ക് എത്ര ലിറ്റർ മാക്സിമം നമുക്ക് ഇവിടം വരെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. വെള്ളം ചെയ്യാം, അത് കൂടുതൽ ഫില്ല് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. അപ്പം നമുക്ക് അത് അങ്ങനെ ഫില്ല് ചെയ്യാം. നല്ല വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ടാപ്പിലൊക്കെ വെള്ളം ചിലപ്പം ഈ ക്ലോറിൻ്റെ കണ്ടന്റ് കൂടുതലുണ്ട്, ഇച്ചിരി പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലേ രാകേഷ്, കുറേ നാളത്തേക്ക്. അപ്പോൾ നമ്മൾ ഫിൽറ്റർ വാട്ടർ തന്നെ ഉപയോഗിക്കാം. അപ്പം വലിയ പ്രശ്നമില്ല. അപ്പോൾ അതായത് ഇതിനകത്ത് വെള്ളം നിറച്ച് നമുക്കൊന്ന് ഡീസ്കെയിൽ ചെയ്യണം അല്ലേ. പുതിയ മെഷീൻ നമ്മൾ ഓൺ ആകുന്നതിനിപ്പുറം നമ്മൾ ഒന്ന് ഫ്ലഷ് ചെയ്ത് ഒന്ന് കഴുകണം. കാരണം എന്ന് വെച്ചാൽ ഫ്രഷായിട്ട് ഉപയോഗിക്കാൻ പോലെ. അപ്പം നമുക്ക് സംഭവം ചെയ്താലോ, നമുക്ക് ചെയ്ത് രാകേഷ്. അപ്പോൾ നമ്മൾ ചെറിയൊരു എല്ലാം ഒന്ന് ഫ്ലഷ് ചെയ്ത് വെള്ളം ഒഴിച്ചു, ഫിൽറ്ററിനകത്ത് വെള്ളം ഒഴിച്ചു, സംഭവം ജസ്റ്റ് ഒന്ന് ഫ്ലഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് കാപ്പി ഇവിടുന്ന ആളെ വരുന്ന ഇത്. അപ്പം അതെല്ലാം ഒന്ന് ഫ്ലഷ് ചെയ്ത് ഒരു മെഷീൻ ഒന്ന് ചൂടാകുക അല്ലേ. രാകേഷ്, പിന്നെ നമ്മുടെ ഈ കോഫി ഉണ്ടല്ലോ, ഈ ബ്രാൻഡ് നല്ല ബ്രാൻഡ് അല്ലേ. നമ്മൾ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല, നമ്മൾ ഇപ്പോൾ 3-4 ബ്രാൻഡ് ഉണ്ടല്ലോ ഇവിടെ. കാരണം നമ്മുടെ കോഫി എന്ന് പറയുമ്പോൾ ഏതാ ഇറ്റാലിയൻ അല്ലേ. ഇറ്റാലിയനാണ് അതിൻ്റെ. അതെ, എക്സ്പ്രസോ അല്ലേ. പിന്നെ ഇപ്പോൾ ബ്രസീലിലൊക്കെ കുറച്ച് ഒരുപാട് ഫെസിലിറ്റീസ് വരുന്നത്. നമുക്കിപ്പോൾ ബ്രസീലിൻ്റെയും സൺബീമിൻ്റെയൊക്കെ ഒരുപാട് ബെറ്റർ മെഷീൻസ് ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട്. നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാനായിട്ട് ഈസിയാണ്. ഇവിടെ കോഫി എന്ന് പറയുമ്പോൾ രാവിലെ കോഫി കുടിക്കാത്ത ഒരു മനുഷ്യർ പോലും ഇവിടെ നമ്മൾ വളരെ റെയറായിട്ട് കാണുന്നത്. കോഫി കടയിലൊക്കെ രാവിലെ ക്യൂ നിൽക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ചില ചായക്കട അച്ഛന്മാരിങ്ങനെ സംസാരിച്ചുകൊണ്ട് കാഫി കുടിക്കും. ചായയാണ് നമ്മുടെ നാട്ടിൽ എനിക്കൊന്ന് കൂടുതൽ എനിക്ക് തോന്നുന്നു അല്ലേ. നാട്ടിലെ ഒരു കൾച്ചർ ചായയാണ് കൂടുതൽ എനിക്ക്. കോഫി ഇല്ലാത്തല്ല, പക്ഷെ കോഫി ലവേഴ്സ് ഉണ്ടാകും. എന്നാലും കോഫിയുടെ ഒരു മണവും അതിന്റെ ഒരു അരവും നമ്മുടെ നാട്ടിലെ ചായയാണ് കൂടുതൽ. പക്ഷേ നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കോഫിയാണ് കൂടുതൽ അല്ലേ. ഫിൽറ്റർ കോഫിയാണ്. ഫിൽറ്റർ കോഫി ഭയങ്കര ഒരു സംഭവം തന്നെയാണ് നമ്മുടെ ആര്യാസിതൊക്കെ മേടിച്ച് കുടിക്കുമ്പോൾ. പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴല്ല, അത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഉണ്ട്. കോഫി ഡേ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതുപോലെ ക്യാപ്ഷ്യനോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് സംബന്ധം ഈ നോസിലുണ്ടല്ലോ ഈ സംഭവം, നമ്മളിവിടെ മിൽക്ക് സ്റ്റീം ചെയ്യാം. പക്ഷെ നമ്മളൊക്കെ സാധാരണ പെട്ടെന്ന് 5 മിനിറ്റ് പാല് നമ്മൾ തിളപ്പിക്കുകയാണ്. നമ്മൾ തിളച്ചിട്ട് കാപ്പിപ്പൊടി ഇട്ട് സംഭവം ഉണ്ടാക്കുകയാണ്. അതിനും ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ് സംഭവം? ഇതിന്റെ പ്രത്യേകത ഇത് നമ്മൾ മിൽക്ക് ടെക്സ്ചറിങ് എന്നാ പറയുന്നത്. അതെ, നമ്മൾ ഇതില് പിന്നെ സ്റ്റീമും എയറും ഈ പാലിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുക ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ലാറ്റെ ആർട്ടൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് ആ മിൽക്കിന്റെ ടെക്സ്ചറിങ് പ്രോപ്പർ ആകുമ്പോഴാണ് അത് ചെയ്യാൻ പറ്റും. അതൊരു നമുക്കൊരു 60 ടെമ്പറേച്ചർ വൈസ് ഉണ്ട്, ഒരു 60 അല്ലേ. ശരിക്കും ടെക്സ്ചറിങ്ങിന് 60 ഡിഗ്രി അല്ലെങ്കിൽ 62 ഡിഗ്രി സെൽഷ്യസ്. മിൽക്ക് നമ്മൾ തിളച്ചപ്പോൾ 100 ആയി. അപ്പോൾ അവർ പറയുന്നത് നമ്മളിപ്പോൾ 100-ലൊക്കെ സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ മിൽക്കിന്റെ ആ ഒരു ക്വാളിറ്റി പോയി എന്നുള്ളതാണ്. ഇവർക്കറിയാം പ്രോപ്പർ കോഫി കുടിച്ച് കഴിയുമ്പോൾ. ഈ കോഫിയുടെ മണം എന്ന് പറയുന്നുണ്ടോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിന്റെ ഫ്രഷ് ബീൻസ് ആണ് ഈ സംഭവം. നല്ല ഇതാണ്, നല്ല മണം. അപ്പോൾ നമ്മൾ കോഫി ഇതിനകത്ത് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവനെ ഒന്ന് തട്ടിത്തലോടി നമുക്ക് അവനെ ഒന്ന് അതിനകത്തുനിന്ന് വെച്ച് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലെവലാക്കി എടുക്കുക. അത്യാവശ്യം പ്രഷർ കൊടുത്ത് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതിനകത്ത് നമ്മുടെ കോഫി അങ്ങോട്ട് കയറ്റി അത് വെച്ച് ഇനി ഇവനെ നമ്മൾ ഗ്ലാസ് അങ്ങോട്ട് എടുത്ത് വെച്ച് നമുക്കൊരു ഡബിൾ ഷോട്ട് അടിക്കും അല്ലേ. നമുക്കൊരു ഡബിൾ ഷോട്ട് അടിക്കാം. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്താൽ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ സൗണ്ട് തന്നെയാണ് ചിറ്റ് വീഴും അല്ലേ. ക്രീം അതല്ല, നല്ല ക്രീംനെസ് ആണ് അല്ലേ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പെട്ടെന്നാകുന്നുണ്ട്, പെട്ടെന്നാകുന്നു. ഡബിളാണ്. ഒരു ലോങ് ബ്ലാക്ക് ആക്കി എടുത്താലോ? ഇതിനെ ലോങ് ബ്ലാക്ക് ആക്കാം നമുക്ക്. ലോങ് ബ്ലാക്കിനുള്ള സംഭവം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത രാകേഷേ, അടുത്ത് നമുക്കൊരു ഫ്ലാറ്റ് വൈറ്റ് ഉണ്ടാക്കാം. ഫ്ലാറ്റ് വൈറ്റ് നമുക്ക് നമ്മുടെ മിൽക്ക് ടെക്സ്ചർ ചെയ്യുമോ ഫ്രോത്ത് ചെയ്യുമോ അല്ലേ, എന്ത് വേണമെങ്കിലും പറയാം. അപ്പം നമ്മുടെ ആ ചെറിയ അവർ ഇതിൻ്റെ കൂടെ വന്നത് അതിനകത്ത് തന്നെ മിൽക്ക് വെച്ചിട്ടുണ്ട്. ഇനിയാണ് കളി പോകുന്നത് അല്ലേ. ഇനി നമ്മൾ സ്റ്റീം ചെയ്യാൻ പോകുന്ന സംഭവം. നമ്മൾ ഇവനെ ഒന്ന് എല്ലാവരും ഒന്നിങ്ങനെ ചെയ്യുന്നതാണ്. എയർ ബബിൾസ് പോകാൻ വേണ്ടി. കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഫ്ലാറ്റ് വൈറ്റിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഫ്ലാറ്റ് വൈറ്റിൽ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ കോഫി
ഫ്ലാറ്റ് വൈറ്റിൽ എക്സ്പ്രസോയും നമ്മുടെ സ്റ്റീംഡ് മിൽക്കുമാണ് വരുന്നത്. അപ്പോൾ ഇതിൽ വരുന്നത് നമുക്ക് ഒരു കോഫിയിൽ ഒരു 5 ml ഫ്രോത്തും ബാക്കി സ്റ്റീംഡ് മിൽക്കും. ഓക്കെ. ഇതാണ് എനിക്ക് ലാറ്റെ ആർട്ടൊന്നും ചെയ്യാറില്ല. ലാറ്റെ ആർട്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആർട്ടല്ലേലും വയലോട്ട് പോകുമ്പോഴത്തേക്ക് ഇതാണ് സംഭവം, നമ്മുടെ ലാറ്റ് അല്ലേ, നമ്മുടെ ഫ്ലാറ്റ് വൈറ്റ്. ഇത്ര ഈ ഫ്ലാറ്റ് വൈറ്റിന്റെ ഫ്രോത്ത് ഇത്രയാണല്ലോ അല്ലേ? വളരെ കുറച്ചായിരിക്കും ഫ്രോത്ത് വരിക. അത് ഈ ഫ്രോത്ത് താല്പര്യമില്ലാത്ത ആൾക്കാരാണ് ഫ്ലാറ്റ് വൈറ്റ് യൂസ് ചെയ്യുന്നത്. ഞാൻ സാധാരണ ഫ്ലാറ്റ് വൈറ്റ് ആണ് എപ്പോഴും ഓർഡർ ചെയ്യുന്നത്. അല്ലേ? അതിന്റെ ഒരു പത ഇല്ലാണ്ട്. അടുത്തത് മോക്കായ്ക്കുള്ളതാണ്. അത് മൊക്ക അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. അതിനകത്ത് ഒരു ഇച്ചിരി ഡ്രിങ്കിങ് ചോക്ലേറ്റ് അതിനകത്ത് ഇടുക. അത് നമ്മൾ കുറച്ച് ഡ്രിങ്കിങ് ചോക്ലേറ്റ് ആഡ് ചെയ്ത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച്. അതെ, ഡ്രിങ്കിങ് ചോക്ലേറ്റ് ആഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ചോക്ലേറ്റ് സോസ് ഉണ്ടല്ലോ, അത് ആഡ് ചെയ്യാം. ചോക്ലേറ്റ് സോസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ എക്സ്പ്രസോയും ചോക്ലേറ്റും സെയിം ക്വാണ്ടിറ്റി. അതിനുശേഷം നമ്മുടെ നോർമൽ ലാറ്റെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ ചെയ്താൽ മതി. അതാണ് മോക്ക. ഇതാണ് സംഭവം മോക്ക. ഇച്ചിരി ഡാർക്ക് കളറായിരിക്കും അല്ലേ? അതെ, കുറച്ചും കൂടെ ഫ്രോത്ത് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. നമ്മുടെ സ്കിം മിൽക്ക് ആയിപ്പോയി. അതുകൊണ്ട് നമ്മുടെ സ്കിം മിൽക്കുകാരാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ നല്ല ഫ്രോത്ത് ഉണ്ടെങ്കിൽ വരും. അത് മിൽക്കിന്റെ കുഴപ്പമാണല്ലോ, നമ്മുടെ കുഴപ്പമല്ല അല്ലേ? എന്നിട്ട് അതിന്റെ മുകളിലോട്ടൊന്ന് ജസ്റ്റ് പൊടി വെത്തറുക. ജസ്റ്റ് ഒന്ന് വെതറി കൊടുത്താൽ അത് മോക്കയായി അല്ലേ? ഇപ്പം മോക്കയായി മാറി. ഷുഗർ വേണ്ടവർക്ക്, പക്ഷേ കോഫിക്ക് ഷുഗർ ഉപയോഗിക്കാതിരിക്കാൻ നല്ലത് എപ്പോഴും. ഇപ്പം മോക്ക നമുക്ക് നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ നമ്മൾ കപ്പിച്ചിനോ, നമ്മുടെ ഒരു ഫേവറേറ്റ് ആണ് സംഭവം. കപ്പിച്ചിനോ ഉണ്ടാക്കാൻ നമ്മുടെ മിൽക്ക് ഇച്ചിരി ഫ്രോത്താക്കി എടുത്തിട്ടുണ്ട്. മിൽക്ക് കുറച്ചും കൂടെ ഫ്രോത്തിയാണ്. അത് മാത്രമല്ല, ഇത് ഫുൾ ഫാറ്റ് മിൽക്കാണ്. അതെ. അതിൻ്റെ ഒരു ടെക്സ്ചറും വ്യത്യാസം വരും. ഫുൾ ഫാറ്റ് മിൽക്ക് അമ്മേനെ കാണാനായിട്ടും അല്ലേ ഒരു കൊണ്ടോ അങ്ങനെ സംഭവമായിട്ടുണ്ട്. നമ്മൾ നമ്മുടെ കോഫി മെഷീനിൽ വെച്ച് വിവിധ തരത്തിലുള്ള കാപ്പി ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് അല്ലേ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വരുന്നതാണ് നമ്മുടെ കപ്പിച്ചിനോ അല്ലേ, അടിപൊളി സംഭവം ഇരിക്കുന്നത്. എനിക്ക് ഏറ്റവും നമ്മുടെ ഫേവറേറ്റ് ആണ് ഈ സംഭവം. പിന്നെ ഇതാണ് നമ്മുടെ മോക്ക. ഈ കാണുമ്പോഴത്തേക്ക് അറിയാം, നമ്മൾ അതും എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. ഇത് നമ്മുടെ വലിയ ഫേവറേറ്റ് അല്ല, ഇത് ഫ്ലാറ്റ് വൈറ്റ് ഈ സംഭവം. ഇത് പിന്നെ നമ്മുടെ ലോങ് ബ്ലാക്ക് അല്ലേ, നമ്മുടെ കട്ടൻ കാപ്പി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിൽ ടേസ്റ്റ് ഒത്തിരി വ്യത്യാസമുണ്ട്. ഇവിടെ അമേരിക്കാനോ എന്ന് പറയും. കട്ടൻ കാപ്പി നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് ഇന്ന് ഉപയോഗിക്കുന്ന നമ്മൾ ഒത്തിരി വ്യത്യാസമാണ്. കാരണം ഇച്ചിരി ഒരു ബിറ്റർ ടേസ്റ്റ് ആണ്. ഷുഗർ വേണമെങ്കിൽ ഉപയോഗിക്കാം, അമ്മ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഷുഗർ ഇട്ട് കഴിഞ്ഞാൽ ആ കോഫിയുടെ ഇത് പോകുന്ന ടേസ്റ്റ് പോകും എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ നമ്മൾ സാധാരണ ആൾക്കാരെല്ലാം ഈ ഷുഗർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജിയോക്ക് ഇഷ്ടമുള്ള എടുത്തൊന്നും കുടിച്ചു. ജിയോ ഫ്ലാറ്റ് വൈറ്റിൻ്റെ ഷുഗർ വേണം. എന്നിട്ട് അഭിപ്രായം ഭയങ്കര കോഫി. ജിജോ ഭയങ്കര കോഫിയുടെ ആളാണ്. പുള്ളി സ്വയമായിട്ട് പല രീതിയിലുള്ള കോഫികൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ആളാണ്. വിഷയാണ് ക്യാമറ ബിഹൈൻഡ് പുള്ളിക്കാരി ഇപ്പം വരുന്നില്ലെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ നോക്കാം. ഭയങ്കര ഇഷ്ടമാണ്. നല്ല സോറി കപ്പിച്ചിനോ ഭയങ്കര രാകേഷ് ലോങ് ബ്ലാക്ക് എന്നാണ് ഞാൻ നമ്മുടെ നാട്ടിലെ കട്ടൻ കാപ്പി പോലെയല്ല ഇതിന് ഒരു എക്സ്പ്രസോ ടേസ്റ്റ്. അതായത് നമുക്ക് എക്സ്പ്രസോ മാത്രമായിട്ട് കുടിക്കാൻ പറ്റും. എക്സ്പ്രസോ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കോഫി ആയിരിക്കും, പക്ഷെ അത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ആയിരിക്കും. വിന്റർ ടൈമിലൊക്കെ കുടിക്കുന്ന ഒരു സുഖമാണ്. ഏതായാലും നമ്മുടെ ദീർഘകാലത്തെ ഒരു സ്വപ്നമാണ് ഒരു കോപ്പിക്കട വീട്ടിലുണ്ടാക്കണം എന്നുള്ള കാര്യം. ഇനി ആർക്കും വന്നാലും കാഫി കുടിക്കാം അല്ലേ? സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. യാദൃശ്ചികമായിട്ട് ഇങ്ങനെ ഒരു മേടിച്ചാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ അല്ലേ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം രാകേഷ്? ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് വന്ന ഈ പറഞ്ഞാണെങ്കിൽ ഇത് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് വായിച്ചാൽ എനിക്ക് തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ഒരു പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ അറിയാവുന്ന ആളുകൾ. അതുകൊണ്ടാണ് നമ്മൾ രാകേഷിനെ വിളിച്ചത്. ഈ പറഞ്ഞ നമ്മുടെ സനൽ സാർ ആയിരുന്നു നമ്മൾ ആദ്യം. പുള്ളി അപ്പോൾ നമ്മളെ പറ്റിച്ച് പുള്ളി മുങ്ങിക്കളഞ്ഞു. ഇനി പുള്ളിനെ അവിടെ പോയി ഞാൻ പിടിക്കുന്നുണ്ട്. കാണാത്ത സുഹൃത്തിനെ തേടി ഉള്ളിലൊക്കെ കണ്ട ഞാൻ ഉപേക്ഷിച്ച സുഹൃത്തിനെ പോയി നമ്മൾ അവിടെ പോയി കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പം പുള്ളി ഒരു സ്ഥലം മാറിപ്പോയതാണ്. അപ്പം അതിൽ രാകേഷ് വന്ന് ഇത് ഇത്രയും നേരം നമ്മളോട് സഹകരിച്ചതും ചെയ്തതിന് വളരെ സന്തോഷം. ഇനിയിപ്പോൾ അടുത്ത ബേഡ് ഫോട്ടോഗ്രാഫിക്കൊക്കെ പോകണ്ടേ? ഞങ്ങൾ ഈ ഫോട്ടോഗ്രാഫിക്കൊക്കെ ഭയങ്കര സംഭവമുള്ള ആൾക്കാരാണ്, ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ
കാപ്പി കട ഇന്ന് അടച്ചേക്കാണ്. നാളെ വീണ്ടും കാപ്പി കട തുറക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.